അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പുതിയതായിട്ട് കാണുന്നവരും പിന്നെ അത് മാത്രമല്ല നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഇതിനെ നമ്മളിവിടെ പറയുന്നത് ഒരപ്പം എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു കമൻ്റ് ഇട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതെന്ന്. ഇത് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കുക്കറിനകത്താണ് റെഡിയാക്കി എടുക്കുന്ന. ഈ ഒരപ്പത്തിൻ്റെ പേര് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരപ്പത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചേരുവകൾ എടുക്കുന്നത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ തന്നെ ഈ കലത്തിൻ്റെ മണ്ടയിൽ ചെറിയൊരു റിങ് വെച്ചിട്ടുണ്ട്. അവിടെ ഫോൺ വെച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. നേരത്തെയുള്ള വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്റ്റാൻഡൊന്നും മേടിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. ആളിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഇപ്പോൾ ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനിവിടെ ഒരു നാഴി പച്ചരി തന്നെ എടുക്കുന്നത്. ഇപ്പോൾ അത് വെച്ചിരുന്ന മക്കൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പിറ്റേന്ന് രാവിലത്തേക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. ചള്ളായി പോകുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് രാവിലെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 3, 3:30, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിക്കൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഈ പച്ചരി നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേറെ ചേരുവ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെറുതെ പച്ചരി മാത്രം, പച്ചരി ഒരിത്തിരി വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ടുള്ളത്. അതിന് മുന്നേ നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കുമല്ലോ. പച്ചരി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമല്ലോ. നമ്മൾ വേറെ ഒരു പാത്രത്തിലൊന്നും ഊറ്റി വെച്ചിട്ട് എടുക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജാറ് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര വെള്ളം ഇതിനകത്ത് വീണിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ എത്രയാണോ കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരിത്തിരി വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ടുള്ളത്. ഒരുപാട് നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കുന്ന കണക്ക് നെവക്ക വെള്ളം ഒഴിച്ചിട്ടൊന്നും അരച്ചെടുക്കല്ലേ, എങ്കിൽ ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ നല്ല പരുവത്തിന് അരച്ചിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് നല്ല പേസ്റ്റ് പരുവത്തിനല്ല അരച്ചെടുക്കുന്നത്, അത്രയും രീതിക്കൊന്നും അരച്ചെടുക്കണ്ടിട്ട് ചെറിയ ഒരു തരി വേണം, എങ്കിലേ അത് ആ ഒരു അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റും നല്ല ആ ഒരു പരുവത്തിനൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്രത്തോളം ചെറിയൊരു കട്ടിയുണ്ടെന്ന്. നമ്മൾ ഈ തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാനായിട്ട് പറ്റും ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് പച്ചരിയൊക്കെ അരച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. എപ്പോഴും നമ്മൾ മാവ് അരച്ച് മുന്നേ മാറ്റി വെച്ചിട്ട് വേണം ശർക്കരപ്പാനി റെഡിയാക്കാനായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ മുന്നേ പോയിട്ട് ശർക്കരപ്പാനി റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ മാവ് അരച്ചെടുക്കല്ലേ കേട്ടോ, എങ്കിൽ ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. നല്ല ചൂടോടുകൂടി നല്ല തിളപ്പിച്ച് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതോടുകൂടി തന്നെ നമ്മൾ മാവിൽ നേരിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ശർക്കര ഞാൻ ഒരുണ്ട ശർക്കര എടുത്തതിൽ പകുതിയാണ് എടുത്തിരിക്കുന്നത് പൊട്ടിച്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എടുക്കാനായിട്ടുള്ള ഇതിനിപ്പോൾ ഒന്ന് ഉരുക്കി എടുക്കുന്ന ആ ഒരു സമയത്തിന് അടുപ്പിൽ ഞാൻ ശർക്കര വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ പോയിട്ട് ചെറിയുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ, വെള്ളം വറ്റി കിടന്ന ഉണക്കത്തേങ്ങ എടുത്തിട്ട് അത് തല്ലിപ്പോയ വേറെ ഒന്നുമല്ല, കത്താളിന് ഇങ്ങനെ വെട്ടിയെടുത്ത് കല്ലിൽ വെച്ച് ഇങ്ങനെ വെട്ടിയെടുത്തപ്പോഴത്തേക്ക് തല്ലിപ്പോയതാണ്. ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുക്കുന്നുണ്ട്. ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ പച്ചത്തേങ്ങ എടുക്കല്, ഉണക്കത്തേങ്ങ മാത്രമേ എടുക്കാവുള്ളൂ. നല്ല ഉണങ്ങിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെടുത്ത് നമുക്ക് മാവിൽ ചേർത്ത് കൊടുക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. നല്ല കണക്ക് തിളച്ച് കിടക്കണം. ആ തിളയോടുകൂടി തന്നെ നമ്മൾ മാവിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ മാവിൽ നേരിട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കൂടെ ആരെങ്കിലും നിന്നൊന്നേ വീഡിയോ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ തന്നെ പെട്ടെന്ന് തന്നെ കൂടെ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്നങ്ങ് വെന്ത് ഇടയ്ക്കിടയ്ക്ക് കട്ടി പിടിക്കുന്ന കണക്കായിപ്പോവും. അതുകൊണ്ട് കൂടെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കണം. നല്ല ചൂടോട് കൂടിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാലൻസ് കുറച്ചിരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ചും കൂടെ ഒരു ലൂസായിട്ട് വേണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ബാലൻസ് ഇരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ എത്രത്തോളം നല്ല ലൂസായിട്ടുണ്ടെന്ന്. ഇനി ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം, ശർക്കരപ്പാനിയുടെ ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. തവിയിലൊന്നും പറ്റിപ്പിടിച്ചിരിപ്പില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഉപ്പുനീരാണ്. ഉപ്പുനീര് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു സ്പൂണിന് ഒരിത്തിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അധികം ഒന്നും ചേർത്ത് കൊടുക്കല്ല കേട്ടോ, ഉപ്പ് കൂടിപ്പോവും. മധുരം ഒന്ന് ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലേശം ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോഡാപ്പൊടി ഇടുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കല്ലേ. ശർക്കര നമ്മൾ തിളപ്പിച്ചല്ലേ ഒഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നല്ല ഒരു സോഫ്റ്റ് പരുവത്തിന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇതിനിപ്പോൾ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടോടുകൂടി ഇരിക്കുവാണ്, നമ്മൾ തിളപ്പിച്ചല്ലേ ഒഴിച്ചിരിക്കുന്ന ശർക്കര പാനിയൊക്കെ.
പിന്നെ നമ്മൾ കുക്കറിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുക്കറിനകത്ത് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കണം. ഇനിയിപ്പോൾ അടുത്തത് റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത് ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് നീളത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് 5 ലിറ്ററിൻ്റെ കുക്കർ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കണം. എങ്കിലും നമ്മൾ മാവെല്ലാം ഒഴിച്ച് വരുമ്പോഴത്തേക്ക് നല്ല പരക്ക നല്ല വീതിക്ക് നല്ലതുപോലെ കിട്ടുള്ളൂ കേട്ടോ. അതല്ല 3 ലിറ്ററിൻ്റെ കുക്കർ മാത്രമേ കയ്യിലുള്ളെങ്കിൽ 2 തവണയായിട്ട് നമ്മൾ മാവ് ഒഴിച്ച് റെഡിയാക്കി എടുക്കേണ്ടി വരും. കട്ടിയുള്ള ഇരുമ്പിച്ചട്ടി ഇപ്പോൾ അങ്ങനെ അധികം കിട്ടാനായിട്ടില്ലല്ലോ. ഇപ്പോൾ നല്ല വിലയാണ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് അധികം ഉള്ളത്. പിന്നെ പച്ചത്തേങ്ങ നമ്മൾ എടുക്കാതെ നോക്കണം, ഉണക്കത്തേങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കണം. പച്ചത്തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള വെള്ളം വറ്റി പോയിരിക്കുന്ന ഉണക്കത്തേങ്ങ തന്നെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ഉള്ളി, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ നീളത്തിന് വേണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ഒരു തവിയോ ചട്ടുകോ കൊണ്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇനിയിപ്പം നമ്മളിത് തവിക്ക് ഇങ്ങനെ കോരി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ തേങ്ങാക്കൊത്തിൻ്റെ കളറാണ് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഉണക്കത്തേങ്ങ ഇല്ലായിരുന്നു, അല്ലാതെ കരിഞ്ഞു പോയതോ അങ്ങനെ ഒന്നും അല്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ളത്. ഇത്തിരി കൂടെ ഒന്ന് മൂക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തവി കൊണ്ട് ഇളക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തുകൂടാ. നേരിട്ട് മാവ് ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മൾ തീ നല്ലതുപോലെ ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും, അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കുമിളകൾ വരുന്നതും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കുന്നത് ആദ്യത്തെ ആ ഒരു ഇതിൽ. ഇനിയിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനിപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റും വാഷറും എടുത്ത് മാറ്റി വെക്കുക. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ കുക്കറിൽ ഇത് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്, കൂടെ നിന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കണം. നമ്മൾ ഇതിൻ്റെ വെയിറ്റ് വെക്കുന്ന ആ ഭാഗത്തൂടെ നല്ല ഒരു മണം വരും കേട്ടോ. ആ ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിനകത്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ഇതിനിപ്പോൾ തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം നല്ല ഒരു മണം വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തത്തിലങ്ങ് തങ്ങി നിൽക്കും. ചെറിയ ഉള്ളിയുടെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയും മൊത്തത്തിൽ ആ ഒരു ശർക്കരയുടെയും അടച്ച് വെച്ച് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ നമുക്കറിയാം. പണ്ട് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. അടപ്പ് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൽ നല്ല ചൂടങ്ങ് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിനിപ്പോൾ എടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ, കുക്കറിനകത്ത് നിന്ന് എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളുടെ പേരാണ് തന്നിരിക്കുന്നത്. ആദിഷ് സോദിഷ് എന്നാണ് മക്കളുടെ പേര്. 2 പേർക്കും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ അടുത്തും നമ്മളെ സ്നേഹം അറിയിക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ മുനയുള്ള കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്ന വേറൊന്നും അല്ല, നമ്മളിനിയിപ്പോൾ ചട്ടുകം വെച്ചിട്ട് ഇളക്കി എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിക്ക് തന്നെ ചട്ടുകം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയോ കരിഞ്ഞു പോവോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കുക്കറൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിക്ക് പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ മെയിനായിട്ട് ഇത് വേവിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ നിന്ന് വേവിച്ചെടുക്കണം, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പം നല്ല ഒരു പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കലത്തപ്പം, കുക്കറപ്പം, ഒരപ്പം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണോ ഈ ഒരപ്പത്തിന് പറയുന്നത്, അപ്പോൾ ആ ഒരു പേര് ഇതിൽ കമൻറ്റ് ചെയ്യട്ടെ. നമുക്കറിയാമല്ലോ ഓരോ സ്ഥലങ്ങളിൽ ഈ ഒരപ്പത്തിന് എന്ത് പേരാണ് പറയുന്നതെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പരുവത്തിന്, എങ്ങും ഒരു സൈഡ് പോലും പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോവോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ വന്നിട്ടാണ് എനിക്ക് കമൻ്റ് ഇട്ട് പറഞ്ഞത് ഒരപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണേന്ന്. ആളിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരാണെന്ന് അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ചില കമൻറ്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും കാണുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോഴേ ഇങ്ങനെ ഓരോ കമൻറ്റ് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഏതെങ്കിലും വിട്ടു പോകുന്നെങ്കിലായിരിക്കും ചിലപ്പോൾ ചില കമൻറ്റിന് റിപ്ലൈ തരാനായിട്ട് പറ്റാതെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ കഴിച്ചിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെയാണ്. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നിടത്തോളം നിങ്ങളെ കൂട്ടുകാരിലേക്കോ ബന്ധുക്കളിലേക്കോ എല്ലാവരിലേക്കും നമ്മളെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.
നല്ല സോഫ്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി എടുക്കുക.